ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കോടിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. പൗർണമി ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രം കോടിയൂർ ശ്രീ ആദിപരാശക്തി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കോടിയൂർ ശ്രീ ആദിപരാശക്തി ക്ഷേത്രം 1940കളുടെ തുടക്കത്തിൽ നിർമ്മിച്ച ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രമാണ്. കോടിയൂരിൽ ശ്രീ ആദിപരാശക്തിയുടെ സാന്നിധ്യം മഹാദേവന്റെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം. കൊല്ലവർഷം 1010 കുംഭാഭിഷേകം നടത്തിയ 1000 വർഷം പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ് കോടിയൂർ മഹാദേവൻ ക്ഷേത്രം. കോടിയൂർ ആദിപരാശക്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനു മുമ്പ് ഭക്തർ കോടിയൂർ മഹാദേവൻ ക്ഷേത്രം സന്ദർശിക്കണം. കട്ടിമങ്കോട് എന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ ഒരു വിഗ്രഹം കിടക്കുന്നതായും അത് പുറത്തെടുത്ത് കോടിയൂർ മഹാദേവൻ ക്ഷേത്രത്തിനടുത്ത് സ്ഥാപിക്കണമെന്നും കോടിയൂർ അങ്കന്നൂർ അഥവാ കാരണവർ സ്വപ്നം കണ്ടു. കാർന്നോറിന്റെ വിയോഗത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അനന്തരവൻ അഡ്വക്കേറ്റ് കെ ഭാസ്കരപിള്ള അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി അക്കച്ചിയുടെ പിന്തുണയോടെ മഹാദേവൻ ക്ഷേത്രത്തിന് സമീപം സ്ഥലം വാങ്ങി അവിടെ പുതിയ ക്ഷേത്രം പണിതു. തുടർന്ന് പ്രധാന പൗർണമി പൂജ പുനരാരംഭിക്കുകയും മറ്റ് പൂജകൾ നടത്തുകയും ചെയ്തു. കാലക്രമേണ ക്ഷേത്രം ജീർണാവസ്ഥയിലായി. 2024 ജനുവരിയിൽ അഡ്വക്കേറ്റ് കെ ഭാസ്കരപിള്ളയുടെ കൊച്ചുമകൾ ഡോക്ടർ ആർ ഹരിതാദേവിയും അവരുടെ ഭർത്താവ് ശ്രീ എസ് ശ്രീകുമാറും ചേർന്നു ജീർണിച്ച ക്ഷേത്രം പുനഃസ്ഥാപിച്ചു കുംഭാഭിഷേകം നടത്തി. ചുണ്ണാമ്പുകല്ല് മോർട്ടാർ രീതി ഉപയോഗിക്കുന്ന നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ശ്രീകോവിലിൽ പ്രവേശിക്കുമ്പോൾ ഇടതുവശത്ത് കാരണവരുടെ പ്രതിഷ്ഠയെ കാണാം. വിശ്വാസമനുസരിച്ച് പ്രധാന ദേവതയായ ശ്രീ ആദിപരാശക്തിയെ ദർശിക്കുന്നതിനു മുമ്പ് ഭക്തർ കാരണവരുടെ അനുഗ്രഹം തേടണം. ശക്തി എന്നറിയപ്പെടുന്ന ശ്രീ ആദിപരാശക്തിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കോടിയൂർ ശ്രീ ആദിപരാശക്തി ക്ഷേത്രത്തിലെ ഈശ്വര ചൈതന്യങ്ങൾ പ്രധാനമായും ശ്രീകോവിലിൽ ദേവി ആദിപരാശക്തി ഭാവത്തിൽ കുടികൊള്ളുന്നു. ശിലയിൽ കുത്തിയിരിക്കുന്ന ത്രിശൂലം ആണ് വിഗ്രഹത്തിന് പകരമായി ശ്രീകോവിലിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. ത്രിശൂലം വളരെ വർഷങ്ങൾക്ക് മുന്നേ കുടുംബത്തിലെ കാരണവർ വച്ച് ആരാധിച്ചിരുന്നതായ ദേവിയുടെ വിഗ്രഹമാണ്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന കാര്യം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കളാണ്. തെറ്റി, തുളസി, മുല്ല, പിച്ചി, താമര എന്നിവ മാത്രമാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. പൗർണമി ദിവസങ്ങളിലും വിഷു, ഓണം, പ്രതിഷ്ഠാ ദിനങ്ങളിലും മാത്രമായിരിക്കും ക്ഷേത്രം ഭക്തർക്കായി തുറക്കുക. ഭക്തർ ശ്രീ ആദിപരാശക്തിയെ ദർശിച്ച ശേഷം ശ്രീ ഭദ്രകാളിയെ ദർശിക്കുന്നു. ദേവിയുടെ അതേ പ്രാധാന്യം ഭദ്രകാളി ദേവിക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ ദക്ഷിണഭാഗത്ത് മഹാഗണപതി ഭഗവാനും വനശാസ്താവും ഒരേ ശ്രീകോവിലിൽ ഇവിടെ കൊടികൊള്ളുന്നു. ഗണപതി ഭഗവാന്റെ വിഗ്രഹം 2 കൈകളിൽ പാശവും അങ്കുശവും പിന്നെ തുമ്പിക്കയിൽ ലഡുവുമായി കാണപ്പെടുന്നു. കൂടാതെ ഭഗവാന്റെ വലതുവശത്ത് വനശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട്. ശ്രീഭദ്രകാളി ദേവിയുടെ ശ്രീകോവിലും അതിന് ഇടതുഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി തമ്പുരാൻ, കിഴക്ക് ദർശനമായി യക്ഷിയും നോക്കിയിരിക്കുന്നതായ രീതിയിൽ ഇവിടെ കുടികൊള്ളും. ഇവിടെ തമ്പുരാൻ മഹാദേവനായും യക്ഷിയെ ഉമയായും സങ്കൽപ്പിക്കുന്നു.
ശിവനും ശക്തിക്കു പുറമെ നാഗരാജാവ്, നാഗേക്ഷി എന്നിവയാണ് മറ്റ് പ്രതിഷ്ഠകൾ. നാഗരാജാവ് എന്നാൽ വൈഷ്ണവനാഗമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ കഴിച്ചിട്ടുള്ളത്. സന്താനഗോപാല ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തോടുകൂടിയ ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠ കഴിച്ചിട്ടുള്ളത്. ശ്രീകോവിലിന് എതിർവശത്തായി മുഖമണ്ഡപത്തിൽ ദേവിയെ നിത്യവും ദർശിക്കുന്ന രീതിയിൽ ഉപാസകനായിരുന്ന കാരണവരുടെ സ്വരൂപമായ ശിലാവിഗ്രഹവും പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്നു. പൗർണമി ദിവസങ്ങളിലും വിഷു, ഓണം, പ്രതിഷ്ഠാ ദിനങ്ങളിലും മാത്രമായിരിക്കും ക്ഷേത്രം ഭക്തർക്കായി തുറക്കുക. ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർ മംഗല്യോഗത്തിനും പുത്രയോഗത്തിനും ദേവി ശ്രീ ആദിപരാശക്തിക്ക് പൂജകൾ അർപ്പിക്കുന്നു.